കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്തതല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവരുടെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസ് അവനോടുകൂടി ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്നു അവരുടെ മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവനുണ്ടാകുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോത്തിന് സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഒരുപക്ഷെ കത്തോലിക്ക തിരുസഭയ്ക്ക് ഇന്ന് ഇരട്ടി മധുരമുള്ളൊരു ദിവസമാണ്. കാരണം നമുക്കറിയാം, ഇത്ര ദിവസം കുർബാനയിലും കുമ്പസാരത്തിലൂടെയൊക്കെ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു തിരുനാളിന് വേണ്ടിയിട്ടാണ്. ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നതോടൊപ്പം നമുക്കറിയാം തിരുസഭയിൽ പുതുഞായറായിട്ടാണ് ഈ ഒരു ദിവസം കൊണ്ടാടുക. കാരണം തോമാസ് ലീഹ തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ ആ ഒരു വിശ്വാസം അത് നമ്മുടെ ജീവിതത്തിലും ആ ഒരു ആവർത്തനം സംഭവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു ദിവസത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു പെസഹ മഹോത്സവത്തിൻ്റെ 2ാം ഞായറിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപക്ഷെ ഉത്ഥാനത്തിന് ശേഷം ഉയർപ്പിന് ശേഷമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കോറിയിടേണ്ട ഒരു കാര്യം, ഈശോയുടെ മുമ്പിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മളെപ്പോഴും പുതുക്കാനുള്ളൊരു ആഹ്വാനമായിട്ടുമാണ്. കാരണം 50 ദിവസത്തോളം നമ്മൾ നോമ്പ് നോക്കി പ്രാർത്ഥിച്ച് ഉപവാസവും ചെറിയ അനുഷ്ഠാനങ്ങളൊക്കെ എടുത്ത് ആ ഒരു ദിവസത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ ഓരോരുത്തരും എത്തിച്ചേർന്നു. പക്ഷേ ആ ഒരു ഉത്ഥാനം നമ്മുടെ ജീവിതം കൊണ്ട് ഏറ്റു പറയുമ്പോഴും ആ ഒരു ഉത്ഥാനത്തിൻ്റെ മഹിമയിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോഴും എനിക്ക് വേണ്ടി ക്രിസ്തു മരിച്ച് ജീവിച്ചു എന്നുള്ള കാര്യം നമ്മൾ ഏറ്റുപറയുമ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ആ ഒരു കമ്മിറ്റ്മെൻറ്റ് എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ ഓരോരുത്തരും നവീകരിക്കണം എന്നുള്ള ബോധ്യമാണ്. ആദ്യ വായനയിൽ, അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ വായനയിൽ ആദിമ ക്രിസ്ത്യാനികൾ എങ്ങനെ കരുണയിൽ ജീവിച്ചു എന്നുള്ള കാര്യമാണ് നമ്മൾ വായിക്കാം. അവരുടെ പ്രവർത്തനങ്ങളും അവരോരോരുത്തരും ചെയ്ത കാര്യങ്ങൾ പറയുന്നതോടൊപ്പം അതൊരൊറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു ബോധ്യം, അവരോരോരുത്തരും കരുണയിൽ സഹവസിച്ചു എന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ ജീവിക്കുന്നുണ്ട്, പക്ഷേ അവരോരോരുത്തരുടെയും പ്രത്യേകത എന്ന് പറയുന്നത് അവരോരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളായിട്ട് കണ്ട് താല്പര്യപൂർവ്വം ജീവിച്ചു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുക. 2ാം വായനയിൽ ഈശോയുടെ ഉത്ഥാനത്തെപ്പറ്റി പറയുമ്പോഴും ആ ഒരു ഉത്ഥാനത്തിൻ്റെ മഹിമ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാകണം എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു. സ്നേഹമുള്ളവരെ, നാളുകൾക്ക് മുമ്പ് ഒരു തണുത്തുറഞ്ഞൊരു രാത്രിയിൽ ഒരു പുരോഹിതൻ്റെ അടുത്തേക്ക് ഒരു വ്യക്തി ഓടി ചെല്ലുകയാണ്. ആച്ചാ,
ഇന്നതുപോലൊരു വ്യക്തി മരണാസനയിൽ കിടക്കുകയാണ്, കുമ്പസാരിപ്പിക്കാൻ ഒന്ന് കടന്നു വരൂ എന്നുള്ളൊരു അപേക്ഷയുമായിട്ട്. അപ്പോൾ ഈ ഒരു വൈദികൻ പറയുന്നത് പ്രായം കൊണ്ടും ആ ഒരു രോഗക്ഷീണം കൊണ്ടൊക്കെ പറയുന്നുണ്ട്, എനിക്ക് വരാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത്രയും ദൂരം താണ്ടാൻ എനിക്ക് പറ്റില്ല എന്നുള്ള ബുദ്ധിമുട്ട് പറയുന്നുണ്ടെങ്കിലും അത് മനസ്സുകൊണ്ട് അത് ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഈ വ്യക്തി, ഈ പുരോഹിതൻ ഇത് തിരുത്തുന്നുണ്ട്. അങ്ങനെ ഈ മനുഷ്യനോട് പറയുന്നുണ്ട്, ഞാൻ വന്നോളാം. അങ്ങനെ ഒരു നുറുങ്ങുവെട്ടത്തിൽ ഈ മനുഷ്യൻ്റെ പുറകെ ഒരു പാടവരമ്പത്തോടുകൂടി മനുഷ്യൻ്റെ പുറകോട്ട് പോവുകയാണ്. അങ്ങനെ ആ വീട്ടിൽ ചെല്ലുന്നു, ഈ ഒരു മനുഷ്യനെ കുമ്പസാരിപ്പിച്ച് കുർബാന കൊടുക്കുന്നു. ആ നിമിഷം തന്നെ ഈ ഒരു മനുഷ്യൻ മരിക്കുന്നുണ്ട്. ഇങ്ങനെ ആ ഒരു മരണാസനയിൽ കടന്ന വ്യക്തിയെ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ബോധ്യം, അല്ലെങ്കിൽ ആ ഒരു സന്തോഷവും ആനന്ദവും ഉള്ളിൽ നിറയുന്ന സമയത്ത് തന്നെ ആ ഒരു വൈദികൻ പ്രാർത്ഥിക്കുന്ന വെക്കുന്ന കാര്യമുണ്ട്, നീ എന്നോട് എത്രത്തോളം കരുണ കാണിച്ചോ അതിൻ്റെ ഒരു അംശം പോലും എനിക്ക് കാണിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള കാര്യം. ഇത് പക്ഷേ ആ ഒരു വൈദികനെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നത് ആർസ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെ ക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് തിരികെ കൊടുത്ത ഒരു വൈദികനാണ്. ഇത് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ആ ഒരു വൈദിക ശ്രേഷ്ഠതയിൽ പലപ്പോഴും ദൈവത്തിന് മുമ്പിൽ കരഞ്ഞു വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ച ഒരു വൈദികൻ, അത് ആർസിയിലെ വിശുദ്ധ വിയാനി പുണ്യവാളനാണ്. സ്നേഹമുള്ളവരെ തിരിച്ചറിയേണ്ടത്, ഈ ഒരു വിശുദ്ധൻ പലപ്പോഴും തൻ്റെ ജീവിതത്തിലൂടെ ഓരോ വ്യക്തിയോടും പറയുന്നൊരു കാര്യം, ദൈവം എന്നോട് കരുണ കാണിച്ചു, അതിലൊരു അംശമെങ്കിലും ഞാൻ എൻ്റെ സഹപാഠികളോടും അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ഓരോ വ്യക്തികളോടും കാണിക്കേണ്ടതല്ലയോ എന്നുള്ളൊരു ചോദ്യമാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിലും ഒരുപക്ഷെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, അവനെ അപമാനിച്ചു, വേദനിപ്പിച്ചു, ഒറ്റിക്കൊടുത്തു, അവനെ ക്രൂശിലേക്ക് നയിച്ചു. പക്ഷേ ഒരിക്കൽ പോലും ആ വ്യക്തികളെ വെറുക്കാനോ അവരോരോരുത്തരെയും ഉപേക്ഷിക്കാനോ തമ്പുരാൻ തയ്യാറാവുന്നില്ല. കാരണം ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷത്തോടെ ആയിരിക്കുന്ന ഒരു നിമിഷം, അതൊരു റബ്ബോനിയാണെങ്കിലും ഗുരുവാണെങ്കിലും അവരോരുത്തരെ പഠിപ്പിക്കുന്ന ഒരാളാണെങ്കിലും ഒരു ആത്മീയ നേതാവാണെങ്കിലും സമാധാനം ആശംസിക്കുന്ന ഒരു പതിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരോരോരുത്തരും അവരുടെ ഭയശക്തിയിലുമായിരിക്കുമ്പോഴും നാളെ എന്താകുമെന്നുള്ള ഭയത്തോടെ ആയിരിക്കുമ്പോഴും തമ്പുരാൻ അവരുടെ ഇടയിൽ വന്നുകൊണ്ട് അവർക്കും ആശ്വസിപ്പിക്കുന്നതും അവരോരോരുത്തരെയും സമാധാനിപ്പിക്കുന്നതും ഈ സമാധാനം കൊണ്ട് തന്നെയാണ്. സ്നേഹമുള്ളവർ തിരിച്ചറിയുക, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം കുറവുകൾ സംഭവിച്ചാലും എത്രത്തോളം ആ ഒരു സ്നേഹത്തിൽ നിന്ന് അകന്നു പോയാലും ഒരിക്കൽ പോലും തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും കൈവിടിയില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിളി എന്ന് പറയുന്നത് കരുണയായിരിക്കാനാണ്. കാരണം സുശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്നുണ്ട്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും കരുണയുള്ളവരായിരിക്കുമെന്ന് ജീവിതത്തിൽ തിരിച്ചറിയണം. നമ്മളായിരിക്കുന്ന, വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വേളയിലും നമ്മളായിരിക്കുമ്പോൾ എൻ്റെ ചുറ്റിലും എന്നെ ഫലമനുഭവിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളോടും അവരോടെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ കരുണയോടുകൂടെ വർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഈ ഒരു തിരുനാളിൻ്റെയോ ഈ ദിവസത്തിൻ്റെതായുള്ള പ്രത്യേകതകൾ അതിനൊളിവാങ്ങുമ്പോൾ നമ്മളെപ്പോഴും ഹൃദയത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ ക്രിസ്തു ഉള്ളിലുള്ളവനല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ പുറകോട്ട് പോകുന്നത് ഈ കരുണയില്ലാത്ത ഒരു അവസ്ഥയിലാണ്. തിരിച്ചറിയുക, ഈ ഒരു ഭാഗത്തിൽ ഒരു സുവിശേഷത്തിൽ കടന്നു പോകുമ്പോൾ തമ്പുരാൻ അവരോരോരുത്തരെയും സമാശ്വസിപ്പിക്കുന്നതും അവരോരോരുത്തരെയും ചേർത്ത് വയ്ക്കുന്നതും ഈ ഒരു കരുണയിലാണെന്നുള്ളൊരു പൂർണ്ണ ചിത്രം നമ്മൾ കിട്ടുമ്പോൾ എപ്പോഴും ഓർക്കണ ഒരു കാര്യം, നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലും മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കാനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിളി. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.